ഹായ് എവ്രിവൺ, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കണം. അങ്ങനെ ചെയ്യാത്തവർ ഡെഫിനറ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ വീഡിയോസ് മാത്രം കണ്ടതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ എന്തുമാത്രം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്ന ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഗ്രാമർ പാട്ടൊന്നും അല്ല നമ്മൾ പഠിപ്പിക്കാൻ പോണേ. നിങ്ങൾ അങ്ങനെ അതിനെക്കുറിച്ചിട്ട് ടെൻഷൻ ആവുകയോ വറി ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട. ഗ്രാമറിൽ നമ്മൾ ഒന്നൊന്ന് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇല്ലേ. പ്രധാനമായിട്ടും നമ്മൾ ഒരു കോൺവെർസേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. പല കോൺവെർസേഷൻസും പല സംസാരങ്ങളും നമ്മൾ തുടങ്ങുക തന്നെ ഒരു ചോദ്യത്തിൽ നിന്നായിരിക്കും ഇല്ലേ. നമ്മൾ ചില ആളുകളോട് നിങ്ങളുടെ പേരെന്താ, നിങ്ങൾ എവിടെ നിന്നാണ് വരണേ, നിങ്ങൾ എങ്ങോട്ടാണ് പോകണേ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക തന്നെ അല്ലേ. ഫോർമലി നമ്മൾ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറഞ്ഞ് തുടങ്ങണമെങ്കിലും അല്ലാതെയുള്ള ഒത്തിരി കോൺവെർസേഷൻസ് നമ്മൾ തുടങ്ങുക ചില ചോദ്യങ്ങളിൽ നിന്നാണ്. അപ്പം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കുക, എത്ര ടൈപ്പ് ചോദ്യങ്ങളുണ്ടെന്നൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാം എന്ന് വിചാരിച്ച്. നമുക്ക് ഇംഗ്ലീഷിൽ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ക്വസ്റ്റ്യൻ ഫോമാറ്റ്സുകളുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ പ്രധാനമായിട്ടും അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുക രണ്ട് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ഫോമാറ്റാണ്. അതിന് ഒന്നിന് നമ്മൾ പറയുക WH ക്വസ്റ്റ്യൻസ് എന്നാണ്. WH ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെറുപ്പത്തിലേ തുടങ്ങി പഠിച്ചിട്ടുണ്ടാവും. വോട്ട്, വേർ, വായ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ WH വാക്കുകളൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ WH എന്ന് പറയുന്ന വാക്കുകൾ വരുന്ന ലെറ്റേഴ്സ് വരുന്ന ചില ചോദ്യങ്ങൾ. ഓക്കെ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. ഇപ്പം നമ്മൾ കണ്ട വാട്ട് ഈസ് യുവർ നെയിം, ഹൗ ഓൾഡ് ആർ യു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ. രണ്ടാമത്തെ പ്രധാനമായിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഐദർ യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. ഓക്കെ ഓക്കെ ആർ യു ഹംഗ്രി, നിനക്ക് വിശപ്പുണ്ടോ. അപ്പോൾ നമ്മൾ ഒന്നുകിൽ യെസ് എന്ന് പറയണം അല്ലെങ്കിൽ നോ എന്ന് പറയേണ്ടി വരും. ഓക്കെ, യെസ് ഓർ നോ എന്ന് പറയുന്ന ഉത്തരത്തിൽ അവസാനിക്കാൻ പോസിബിലിറ്റി ഉള്ള ചില ചോദ്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ രണ്ട് ടൈപ്പിലുള്ളതാണ് പ്രധാനമായിട്ട് നമുക്ക് കോൺവെർസേഷനുകളിൽ ആവശ്യമായിട്ട് വരാറുള്ളത്. പക്ഷെ ഞാനിന്ന് രണ്ടിനെ കുറിച്ചും സംസാരിക്കണില്ല. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് WH ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടാണ്. ഈ WH ക്വസ്റ്റ്യൻസിൽ ഒത്തിരി WH ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ആവശ്യമുള്ളത് 8 WH ക്വസ്റ്റ്യൻസ് ആണ്. 8 WH ക്വസ്റ്റ്യൻ. ഇപ്പം ഞാൻ ഓരോ WH ക്വസ്റ്റ്യൻസും പറയാം, അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം, ഒപ്പം അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ സംഗതികൾ കുറച്ചുകൂടെ എളുപ്പമാവും നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട്. ഒക്കെ വീണ്ടും ഞാൻ പറയുകയാണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ പഠിപ്പിച്ചു തരുന്നതാണ്. ഇതൊക്കെ ഒന്ന് പറഞ്ഞു വയ്ക്കുക, പഠിച്ചു വയ്ക്കുക, വീഡിയോ മുഴുവനായിട്ടും കാണുക, ഇത് എഴുതിയെടുക്കുക. എന്നിട്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഞാൻ എക്സാമ്പിൾ തരുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ WH ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൂ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൂ എന്ന് പറഞ്ഞാൽ എന്താ? ആര്. ഓക്കെ, ആര്. ഓക്കെ, ഒന്നുകൂടി പഠിച്ചു വെച്ചോ. ഹൂ, ആര്. ഓക്കെ, ഹൂ, ആര്. അപ്പോൾ നമുക്ക് 2-3 എക്സാമ്പിൾ കാണാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അതെന്താണെന്നുള്ളത് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഹൂ ഈസ് നെക്സ്റ്റ്. ആരാണ് അടുത്തത്? നേരത്തെ പറഞ്ഞില്ല ആര്, ആരാണ് അടുത്തത് എന്ന് ചോദിക്കണം. ഇങ്ങനെ ഹൂ ഈസ് നെക്സ്റ്റ്. ഹൂ ഈസ് നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ആര് എന്ന് പറയുന്ന ഒരു ഫോമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ആരാണ് അടുത്തത്? ഹു ഈസ് നെക്സ്റ്റ്. ആരാണ് അടുത്തത്. ഇനി നമുക്ക് രണ്ടാമത് നോക്കാം. ആരാണ് നിങ്ങളുടെ പാർട്ട്ണർ? ആരാണ് നിങ്ങളുടെ പാർട്ട്ണർ? ഓക്കെ, ഹു ഈസ് യുവർ പാർട്ട്ണർ. ഹു ഈസ് യുവർ പാർട്ട്ണർ. ആരാണ് നിങ്ങളുടെ പാർട്ട്ണർ? ഹു ഈസ് യുവർ പാർട്ട്ണർ. ഇനി മൂന്നാമത്തെ ഒരെണ്ണം കൂടി നമുക്ക് കാണാം. ആരാണ് ഈ കത്തെഴുതിയത്? ആരാണ് ഈ കത്തെഴുതിയത്? ആരാണ് ഈ കത്തെഴുതിയത്? Who wrote this letter? Who wrote this letter? Okay, who wrote this letter? അപ്പോൾ ആര്, ആരാണ് എന്നൊക്കെയുള്ളതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഹൂ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വേർഡാണ് വോട്ട്. വോട്ട്, വാട്ടല്ല, വോട്ട്. ഓക്കെ, വോട്ട്. വോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്താണ്? എന്ത്. എന്ത്. ഓക്കെ, നമ്മളെപ്പോഴും ചോദിക്കാറുള്ളതാണ് വാട്ട് ഈസ് യുവർ നെയിം. എന്താണ് നിൻ്റെ പേര്? വാട്ട് ഈസ് യുവർ നെയിം എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. വോട്ട്. ഓക്കെ, വോട്ട് വെച്ചിട്ട് നമുക്ക് ഒരു 3 എക്സാമ്പിൾ കാണാം. എന്താണ് അവൾ പറഞ്ഞത്? എന്താണ് അവൾ പറഞ്ഞത്? എന്ത്. ഓക്കെ, എന്താണ് അവൾ പറഞ്ഞത്? വാട്ട് ഡിഡ് ഷീ സേ. വാട്ട് ഡിഡ് ഷീ സേ. ഇങ്ങനെ പറയാം, വാട്ട് ഡിഡ് ഷീ സേ. എന്താണ് അവൾ പറഞ്ഞത്? എന്താണ് ഇത്? എന്താണ്
ഇത്? ഓക്കെ, നമ്മളൊരു വസ്തു കാണിച്ചിട്ട് ചോദിക്കണം എന്താ ഇത്, എന്താ ഇത് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഒരു തെറ്റ് കണ്ടു കഴിയുമ്പോഴും നമ്മൾ ചോദിക്കും എന്താ ഇത് എന്ന് ചോദിക്കും. എന്താണ് ഇത്? ഓക്കെ, വാട്ട് ഈസ് ദസ്? വാട്ട് ഈസ് ദസ്? ഓക്കെ, വാട്ട് ഈസ് ദസ്? ഓക്കെ, എന്താണിത്? വാട്ട് ഈസ് ദസ്? മൂന്നാമതൊരു എക്സാമ്പിൾ കൂടെ കണ്ടാലോ? അവരിന്നലെ എന്താണ് ചെയ്തത്? ഓക്കെ, എന്താണ് അവരിന്നലെ ചെയ്തത്? എന്ത്? വീണ്ടും നമ്മൾ വരാണ്. എന്താണ് അവരിന്നലെ ചെയ്തത്? വാട്ട് ഡിഡ് ദേ ഡു യെസ്റ്റർഡേ? വാട്ട് ഡിഡ് ദേ ഡു യെസ്റ്റർഡേ? അവരിന്നലെ എന്താണ് ചെയ്തത്? എന്താണ് അവരിന്നലെ ചെയ്തത് എന്ന് പറയാണ്. എങ്ങനെ? വാട്ട് ഡിഡ് ദേ ഡു യെസ്റ്റർഡേ? അവരിന്നലെ എന്താണ് ചെയ്തത്? ഓക്കെ, അപ്പോൾ വാട്ട് എന്ത്? ഓക്കെ, വാട്ട് എന്ത്? നമ്മൾ ആദ്യം പഠിച്ചത് എന്താ? ഹു, ആര്. രണ്ടാമത് നമ്മൾ പഠിച്ചു എന്ത്? വാട്ട്, എന്ത്. ഇനി നമുക്ക് മൂന്നാമത്തേക്ക് പോവാം. മൂന്നാമത്തേതാണ് വെൻ. വെൻ, വെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോൾ. ഓക്കെ, എപ്പോൾ. ഓക്കെ, അപ്പൊ നമ്മൾ ആര് എന്നുള്ളത് കണ്ടു, എന്ത് എന്നുള്ളത് കണ്ടു. ഇനി നമ്മൾ കാണാണ് എപ്പോൾ. എപ്പോൾ ഉള്ളതിൻ്റെ എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാം? എന്താ ക്വസ്റ്റ്യൻ വേർഡ്? വെൻ. ഓക്കെ, ഒന്ന് മനസ്സിൽ ഉറപ്പിച്ച് പറഞ്ഞു. വെൻ. ഓക്കെ, വെൻ. നമ്മൾ ചോദിക്കും എന്നാ നിന്റെ ബർത്ത്ഡേ? എന്നാ നിന്റെ ബർത്ത്ഡേ എന്ന് ചോദിക്കും അല്ലേ? വെൻ ഈസ് യുവർ ബർത്ത്ഡേ? എന്നാ നിന്റെ ബർത്ത്ഡേ? വെൻ ഈസ് യുവർ ബർത്ത്ഡേ എന്ന് ചോദിക്കും. ഓക്കെ, നമുക്ക് 2-3 എക്സാമ്പിൾ കാണാം. എപ്പോഴാണ് അവർ വരിക? എപ്പോഴാണ് അവർ വരിക? വെൻ വിൽ ദേ കം? വെൻ വിൽ ദേ കം? ഓക്കെ, എപ്പോഴാണ് അവർ വരിക? വെൻ വിൽ ദേ കം? ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. എന്നാണ് ഇനി അടുത്ത വേൾഡ് കപ്പ്? ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഒരു വേൾഡ് കപ്പ് തീർന്നു. ചോദിക്കുകയാണ് എന്നാണ് ഇനി അടുത്ത വേൾഡ് കപ്പ്? വെൻ ഈസ് ദ നെക്സ്റ്റ് വേൾഡ് കപ്പ്? വെൻ ഈസ് ദ നെക്സ്റ്റ് വേൾഡ് കപ്പ്? ഓക്കെ, വെൻ ഈസ് ദ നെക്സ്റ്റ് വേൾഡ് കപ്പ്? ഓക്കെ, വെൻ എപ്പോഴാണ്? എപ്പോഴാണ് അടുത്ത വേൾഡ് കപ്പ്? വെൻ ഈസ് ദ നെക്സ്റ്റ് വേൾഡ് കപ്പ്? ഇനി നമുക്ക് മൂന്നാമത് ഒരെണ്ണം കൂടി കാണാം. എനിക്ക് ഇനി നിന്നെ എന്നാണ് കാണാൻ സാധിക്കുക? അല്ലെങ്കിൽ എന്നാണ് എനിക്ക് നിന്നെ ഇനി കാണാൻ സാധിക്കുക? എന്നാണ് എനിക്ക് നിന്നെ കാണാൻ സാധിക്കുക? വീണ്ടും നമ്മൾ എന്ന് എന്നുള്ളൊരു വാക്ക് വരാണ്. വെൻ ക്യാൻ ഐ സീ യു അഗൈൻ? വെൻ ക്യാൻ ഐ സീ യു അഗൈൻ? വെൻ ക്യാൻ ഐ സീ യു അഗൈൻ? നമുക്ക് 3 ഐഡിയ ആയി. ഹു, ആര്. വാട്ട്, എന്ത്. വെൻ, എന്ന് അല്ലെങ്കിൽ എപ്പോൾ. ഇനി നമ്മൾ 4-ാമത്തേക്ക് കിടക്കുകയാണ്. വേർ. വേർ എന്ന് വെച്ചാൽ എന്താ? എവ്രി ഡേ. ഓക്കെ, എവ്രി ഡേ. എവ്രി ഡേ. ഓക്കെ, വെർ ഈസ് യുവർ ഫാദർ? നിന്റെ ഫാദർ എവിടെയാണ്? വേർ ഈസ് യുവർ ഫാദർ? നിന്റെ ഫാദർ എവിടെയാണെന്ന് ചോദിക്കും. ഓക്കെ, വേർ ഈസ് യുവർ ഫാദർ? നിന്റെ ഫാദർ എവിടെയാണ്? ടീച്ചേഴ്സൊക്കെ ചിലപ്പോൾ ഇപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് വരാൻ പറയുമ്പോൾ നമ്മൾ വിളിച്ചിട്ട് ചെല്ലാതെ വരുമ്പോൾ ചോദിക്കും വേർ ഈസ് യുവർ ഫാദർ? എവിടെയാണ് നിന്റെ അച്ഛൻ? എവിടെയാണ് എന്നൊക്കെ ചോദിക്കും അല്ലേ? വേർ ഈസ് യുവർ ഫാദർ? വേർ, എവ്രി ഡേ. ഓക്കെ, നമുക്ക് 2-3 എക്സാമ്പിൾ കാണാം. സ്കൂൾ എവിടെയാണ്? ഇങ്ങനെ ചോദിക്കുക. വേർ ഇസ് ദ സ്കൂൾ ലൊക്കേറ്റഡ്? വേർ ഇസ് ദ സ്കൂൾ ലൊക്കേറ്റഡ്? വേർ സ്കൂൾ ലൊക്കേറ്റഡ്? വേർ ഇസ് ദ സ്കൂൾ ലൊക്കേറ്റഡ്? ഓക്കെ, എവിടെയാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് നമ്മൾ. ഇനി നമുക്ക് 2-ാമത്തേക്ക് പോവാം. താക്കോൽ എവിടെയായിരുന്നു? അല്ലെങ്കിൽ എവിടെയായിരുന്നു താക്കോൽ? ഓക്കെ, ഞാൻ പറഞ്ഞു വേറെന്ന് ചോദിച്ചാൽ എവിടെ എന്നാണ്. എവിടെയായിരുന്നു താക്കോൽ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, നമുക്ക് താക്കോൽ കാണാനില്ല. അവസാനം താക്കോൽ കിട്ടിയപ്പോൾ നമ്മൾ ചോദിക്കണം അപ്പോൾ എവിടെയായിരുന്നു താക്കോൽ എന്ന് ചോദിക്കുകയാണ്. വേർ were the keys? വേർ were the keys? എവിടെയായിരുന്നു താക്കോൽ? വേർ were the keys? ഓക്കെ, വേർ were the keys? ഓക്കെ, ആറിൻ്റെ പാസ്റ്റ് ഫോം ആണ് വേർ എന്ന് പറയുന്നത്. വേർ were the keys? ഓക്കെ, വേർ were the keys? ഇനി നമുക്ക് 3-ാമത്തേത് കൊടുക്കാം. ഓക്കെ, എവിടെയാണോ നീ ജീവിക്കുന്നത്? എവിടെയാണ് നീ താമസിക്കുന്നത്? എവിടെയാണ് ജീവിക്കുന്നത്? എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കുക? വേർ ഡു യു ലീവ്? വേർ ഡു യു ലീവ്? ഓക്കെ, വേർ ഡു യു ലീവ്? എവിടെയാണ് നീ താമസിക്കുന്നത്? വേർ ഡു യു ലീവ്? ഓക്കെ, അപ്പം എവിടെ നമ്മൾ ഏതൊക്കെ കണ്ടു? ഹു, ആര്. വാട്ട്, എന്ത്. വെൻ, എപ്പോൾ. വേർ, എവിടെ. ഇനി നമുക്ക് 5-ാമത്തെ കാണാം. വൈ. ഓക്കെ, വൈ, എന്തുകൊണ്ട്. ഓക്കെ, എന്തുകൊണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വീണ്ടും ഇങ്ങനെ വരാണ്. എന്ത്? നമ്മൾ വാട്ട്, എന്തെന്ന് പഠിച്ചു. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ട്. എന്തുകൊണ്ട്. വൈ ഡിഡ് യു ഡു ദാറ്റ്? നീ എന്തുകൊണ്ടാണ് അത് ചെയ്തേ എന്ന് ചോദിക്കും. വൈ ഡിഡ് യു ഡു ദാറ്റ്? എന്തുകൊണ്ടാണ് നീ അത് ചെയ്തേ എന്നൊക്കെ ചോദിക്കും അല്ലേ? അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? വൈ ഡിഡ് യു ഡു ദാറ്റ്? എന്തുകൊണ്ടാണ് നീ അതങ്ങനെ ചെയ്തേ? നമുക്കിനി 2-ാമത്തേക്ക് പോവാം. നീ എന്തുകൊണ്ടാണ് ഗ്ലാസ് ഉടച്ചത്? കണ്ണാടി ഉടച്ചത്, ഗ്ലാസ് ഉടച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് നീ ഗ്ലാസ് ഉടച്ചത്? അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെ?
Why did you break the glass? Why did you break the glass? Okay, why did you break the glass? നീ എന്തുകൊണ്ടാണ് ഗ്ലാസ് ഉടച്ചത്? പറഞ്ഞുകൂടി കണ്ടാലോ. അവൻ എന്തുകൊണ്ടാ വരാതിരുന്നത്? എന്തുകൊണ്ടാ അവൻ വരാതിരുന്നത്? ഓക്കെ, മൂന്നാമത്തെ എന്തുകൊണ്ടാ അവൻ വരാതിരുന്നത്? ഇങ്ങനെ ചോദിക്കുക. Why didn't he come? Okay, why didn't he come? Okay, why didn't he come? Okay, അവൻ എന്തുകൊണ്ടാ വരാതിരുന്നേ? അപ്പോൾ why എന്തുകൊണ്ട്. നമ്മൾ എന്താ വീണ്ടും ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഹു ആര്, വാട്ട് എന്ത്, വെൻ എപ്പോ, വേർ എവിടെ, വൈ എന്തുകൊണ്ട്. ഇനി നമുക്ക് ആറാമത്തേക്ക് പോകാം. ഹൗ. ഓക്കെ, ഹൗ. ഹൗ എന്ന് വെച്ചാൽ എങ്ങനെ? എങ്ങനെ, എങ്ങനെ. ഓക്കെ, ഹൗ എങ്ങനെ. ഓക്കെ, നമ്മൾ നേരത്തെ ചോദിച്ചു വൈ ഡിഡ് യു ഡു ദാറ്റ്, നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തേ. ഓക്കെ, നമ്മൾ ചോദിക്കുകയാണ് ഹൗ ഡിഡ് യു ഡു ദാറ്റ്, നീ എങ്ങനെയാ ഇത് ചെയ്തേ. ഹൗ ഡിഡ് യു ഡു ദാറ്റ്, എങ്ങനെയാ ഇത് ചെയ്തേ. ഓക്കെ, എങ്ങനെയാണ് ഇത് ചെയ്തത്. ഹൗ ഡിഡ് യു ഡു ഇറ്റ്. ഓക്കെ, അപ്പൊ ഹൗ എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെ. നമുക്ക് എക്സാമ്പിളിലേക്ക് കടന്നാലോ. എങ്ങനെ പോകുന്നു കാര്യങ്ങൾ, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ. എങ്ങനെ ചോദിക്കുക. ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. ഓക്കെ, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് കിടക്കാം. നീ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത്, എങ്ങനെയാണ് നീ ഇംഗ്ലീഷ് പഠിച്ചത്, എങ്ങനെയാണ് നീ ഇംഗ്ലീഷ് പഠിച്ചത്. എങ്ങനെ ചോദിക്കുക. ഹൗ ഡിഡ് യു ലേൺ ഇംഗ്ലീഷ്, ഹൗ ഡിഡ് യു ലേൺ ഇംഗ്ലീഷ്. നീ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത്. ഹൗ ഡിഡ് യു ലേൺ ഇംഗ്ലീഷ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ കൂടെ കാണാം. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കണേ, ഇതെങ്ങനെയാണ് നടക്കണേ, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കണേ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദിക്കുക. ഹൗ ഡസ് ഇറ്റ് വർക്ക്, ഹൗ ഡസ് ഇറ്റ് വർക്ക്. ഓക്കെ, ഹൗ ഡസ് ഇറ്റ് വർക്ക്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഹൗ ഡസ് ഇറ്റ് വർക്ക്. ഇത്ര നേരം കണ്ട് ഒന്നുകൂടെ നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഹു ആര്, വാട്ട് എന്ത്, വേർ എവിടെ, വെൻ എപ്പോ, വൈ എന്തുകൊണ്ട്, ഹൗ എങ്ങനെ. ഓക്കെ, അപ്പോൾ 6 കഴിഞ്ഞു. നമ്മൾ ഇനി 7ാമത്തതിലേക്ക് കിടക്കാണ്. വിച്ച്. വിച്ച്. ഓക്കെ, വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഏത്. ഓക്കെ, ഏത്. ഓക്കെ, ഏത്. വിച്ച് ഈസ് യുവർ പെൻ, വിച്ച് ഈസ് യുവർ പെൻ. നിന്റെ പേന ഇതിലേതാണ്. ഓക്കെ, ഒന്നാമത്തെ എക്സാമ്പിൾ ആണ്. വിച്ച് ഈസ് യുവർ പെൻ. ഓക്കെ, വിച്ച് ഈസ് യുവർ പെൻ. നിന്റെ പേന ഇതിലേതാണ്, ഏതാണ് നിന്റെ പേന, ഏതാണ് ഇതിൽ നിന്റെ പേന. ഓക്കെ, 2, 3, 4, 5 ഉണ്ട്. അതിലൊരു പേന ഏതാണെന്ന് ചോദിക്കുകയാണ്. വിച്ച് ഈസ് യുവർ പെൻ, ഏതാണ് നിന്റെ പേന. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ഏതാണ് ഇതിൽ ബെറ്റർ, ഇതിലേതാണ് ബെറ്റർ, ഏതാണ് ഇതിൽ ബെറ്റർ. ഓക്കെ, നമ്മുടെ ഭാര്യ ഒരു 3-4 സാരിക്ക് വെച്ചിട്ട് ഇത് ഏതാ നല്ലത്, ഇതിലേതാ നല്ലത് എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദിക്കുക. വിച്ച് വൺ ഈസ് ബെറ്റർ, വിച്ച് വൺ ഈസ് ബെറ്റർ, വിച്ച് വൺ ഈസ് ബെറ്റർ. ഇതിലേതാണ് നല്ലത്, ഏതാണ് ഇതിൽ നല്ലത്. ഓക്കെ, വിച്ച് വൺ ഈസ് ബെറ്റർ. ഇനി നമുക്ക് മൂന്നാമത് നോക്കാം. ഇതിലേതാണ് നിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ്, ഏതാണ് നിന്റെ ഫേവറേറ്റ് ഡ്രസ്സ്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഡ്രസ്സ്, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഡ്രസ്സ്, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഡ്രസ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ 7 കഴിഞ്ഞു. 7. ഓക്കെ, അപ്പോൾ ഒന്നാമത് വീണ്ടും ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം പഠിച്ചു ഹു ആര്, വാട്ട് എന്ത്, വേർ എവിടെ, വെൻ എപ്പോ, ഹൗ എങ്ങനെ, വൈ എന്തുകൊണ്ട്, വിച്ച് ഏത്. ഇനി നമ്മൾ അവസാനത്ത് കാണാൻ പോവാണ്. ഹൂസ്. ഓക്കെ, ഹൂസ്. ഓക്കെ, ഇതാണ് നമ്മുടെ അവസാനത്തെ. ആരുടെ. ഹൂസ് ആരുടെ. ഹൂസ് എന്താണ്? ആരുടെ. ഓക്കെ, ഹൂസ് പെനസ് ദസ്, ഇത് ആരുടെ പേനയാണ്. ഹൂസ് പെനസ് ദസ്, ഇത് ആരുടെ പേനയാണ്. ഓക്കെ, നമുക്ക് 2-3 എക്സാമ്പിൾ കണ്ടാലോ. നമുക്ക് ഒന്നാമത്തെ എക്സാമ്പിൾ ആണ്. അത് ആരുടെ ഐഡിയ ആയിരുന്നു. നമ്മൾ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞൊരു സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഐഡിയ ആയതുകൊണ്ട് ഞാൻ ശ്രമിച്ചു, നിൻ്റെ ഐഡിയ ഞാനായിരുന്നെങ്കിൽ ഞാൻ കൊന്നുകളഞ്ഞാനെന്നൊക്കെ പറയുന്ന അലൻസിയറിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഡയലോഗ് ഉണ്ട് ഇല്ലേ. അതുപോലെയൊക്കെയാണ്. അത് ആരുടെ ഐഡിയ ആയിരുന്നു. അടുത്ത പ്രാവശ്യം നമ്മൾ ഈ ഹൂ പഠിച്ച് കഴിയുമ്പോൾ അങ്ങനെ ചോദിച്ചു, ഇങ്ങനെ പറയണം. ഹൂസ് ഐഡിയ വാസ് ദാറ്റ്, ഹൂസ് ഐഡിയ വാസ് ദാറ്റ്. ഓക്കെ, ഹൂസ് ഐഡിയ വാസ് ദാറ്റ്. അത് ആരുടെ ഐഡിയ ആയിരുന്നു. ഓക്കെ, ആരുടെ
ഐഡിയ ആയിരുന്നു അത്. ഹൂസ് ഐഡിയ വാസ് ദാറ്റ്? ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ആരുടെ ബുക്കാണ് ടേബിളിന് മുകളിലിരിക്കുന്നത്? ടേബിളിന് മുകളിലിരിക്കുന്ന ബുക്ക് ആരുടേതാണ് എന്ന് ചോദിക്കാം. ഹൂസ് ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ? ഹൂസ് ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ? ഓക്കെ, ഹൂസ് ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ? ആരുടെ ബുക്കാണ് ടേബിളിന് മുകളിൽ ഇരിക്കുന്നത്? ഹൂസ് ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ? നമുക്ക് മൂന്നാമതൊരു എക്സാമ്പിൾ കൂടെ കണ്ടിട്ട് അവസാനിപ്പിക്കാം. ആരുടെ കീകളാണിത്? ഇത് ആരുടെ കീകളാണ്? അപ്പം നമുക്ക് കുറേ കീസ് കിട്ടി, അല്ലെങ്കിൽ ഒരു കീ നമുക്ക് മിസ് ചെയ്ത് കിട്ടി. അപ്പം നമ്മളൊരു ഗ്രൂപ്പിൻ്റെ അടുത്ത് ഇത് ആരുടെ കീയാ? ഓക്കെ, ഇങ്ങനെ ചോദിക്കുക. ഹൂസ് കീസ് ആർ ദീസ്? ഓക്കെ, ഹൂസ് കീസ് ആർ ദീസ്? ഓക്കെ, ഇത് ആരുടെ കീകളാണ്? ഹൂസ് കീസ് ആർ ദീസ്? ഓക്കെ, അപ്പം ഞാൻ അവസാനമായിട്ട് നമ്മൾ പഠിച്ച 8 എണ്ണം ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാനായിട്ട് ഞാൻ പഠിപ്പിക്കുകയാണ്. ഹൂ ആര്, വാട്ട് എന്ത്, വേർ എവിടെ, വെൻ എപ്പോൾ, വൈ എന്തുകൊണ്ട്, ഹൗ എങ്ങനെ, വിച്ച് ഏത്, ഹൂസ് ആരുടെ. ഓക്കെ, അപ്പോൾ 8 WH ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, എക്സാമ്പിൾസ് കണ്ടു. ഇനി നിങ്ങൾക്ക് ഞാനൊരു ഹോം ബുക്ക് തരാം. ഓക്കെ, ഇതിലേതെങ്കിലും 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. ഞാൻ ഈ കമൻറ്റ് ചെയ്യാൻ പറയുന്നത് നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ ഇത്രയും വീഡിയോ കണ്ടു, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ ഈ പഠിച്ചത് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് 3 ക്വസ്റ്റ്യൻ വേർഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 8 എണ്ണം പഠിച്ചതിൽ നിന്ന് 3 എണ്ണം ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓൾറൈറ്റ്, അപ്പം വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഒപ്പം ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് IELTS ചെയ്യണമെങ്കിൽ, ഓൺലൈനിലൂടെ ലാംഗ്വേജ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, ആക്സൻറ്റിൽ നിങ്ങൾക്ക് അതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നോളൂ. വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കും. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നുള്ളത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. Until then, it's bye from Linto.